ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ജാനപ്പൻ്റെ മീൻകറിയും ചോറും സൈഡിൽ വെക്കാൻ ഒരു മത്തി ഫ്രൈ, ഒരു പപ്പടം, കുറച്ച് കടുമാങ്ങ അച്ചാർ, വെള്ളപ്പൊടി പോട്ട അമ്മാവോட കറുവാട്ട് കുഴമ്പ് സുമ്മാ അല്ലോ. എൻ്റെ അമ്മ ഉണ്ടാക്കണ തലശ്ശേരി ചിക്കൻ ബിരിയാണി, திண்டுக்கல் தலப்பாக்கட்டி பிரியாணி, കോഴിക്കോടൻ അലുവ, திருநெல்வேலி அல்வா, மதுரை மட்டன் புரோட்டா சால்னா சாப்பிட்டிருக்கியா நீ? കൊലമച്ചാൻ്റെ കടയിലെ പൊറോട്ടയും ബീഫ് റോസ്റ്റും. அதனால உங்கள் ஊருக்காரங்க புரோட்டா பீஃப் கறினா அவ்வளோ அலையிறீங்க. അലയും ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ് മച്ചാ. അതായത് ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കും. എന്നിട്ടതിൽ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വേവിക്കും. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടും. എന്നിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ താളിച്ചിട്ട് മൂടി വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അതിനൊരു മണം വരും.